അപ്പം ഒരു സമ്പാദ്യശീലം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും ലോങ് ടേം ആണ്, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതെ, മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും ലോങ് ടേം ആണ്. ഓക്കെ. മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ പല ടൈപ്പ് ഫണ്ടുകളുണ്ട്. ഈ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടിൻജൻസി ഫണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ഫണ്ട് കീപ്പ് ചെയ്യാം. അതിന് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ബാധിക്കത്തില്ല. RBIയുടെ ഇടപെടലൊക്കെ ചിലപ്പോൾ ബാധിക്കാറുണ്ട്. പക്ഷേ നോർമൽ കേസിൽ മാർക്കറ്റിൽ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പം നമ്മൾ ബാങ്കിൽ നമ്മൾ ഒരു FD ഇട്ടാൽ നമുക്ക് എത്ര ശതമാനം കിട്ടും? ഒരു 6% 7% ഇയർലി കിട്ടും. ഈ 6% 7% ഇതിനകത്ത് നമുക്ക് ഡെയിലി ആവറേജ് ആയിട്ട് വരും. നമ്മളിപ്പോൾ ഒരു FD ബാങ്കിൽ ഇടുന്നു എന്ന് വെച്ചോ, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പോയാൽ ആ FDക്ക് റേറ്റ് കിട്ടത്തില്ല. അത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ റേറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു 1 കോടി രൂപ കൈ വന്നു, ഈ മാസം അടുത്ത മാസത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി വന്ന പൈസയാണെന്ന് വെച്ചു. അപ്പോൾ ഈ പൈസ നമ്മൾ ഡെറ്റ് ഫണ്ടിൽ ഇട്ടാൽ ആ ഫണ്ടിന് 6% ഈ ഓരോ ദിവസവും കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അതിനെന്തായാലും ഒരു നല്ലൊരു എമൗണ്ട്, പക്ഷേ അത് ബാങ്കിൽ കൊണ്ടിട്ടാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പം ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യം, ഈ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വന്നത് താഴെ പോകാൻ നോർമലി ചാൻസ് ഇല്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇതിലും വരണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ RBIയുടെ ഇത് താഴെ പോയ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. താഴെ പോയ RBIയുടെ ചില ഇടപെടലുകൾ കാരണം ചിലപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡൗൺ ആവാം. പക്ഷെ അങ്ങനെ നോർമൽ കേസിൽ വരില്ല. അല്ലാത്ത കേസിലെല്ലാം ഇത് നോർമലി ഒരു 6 to 7% മണി മാർക്കറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്, ഈ ഫണ്ടുകളെല്ലാം നോർമലി ഇങ്ങനെ ഒരു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്ച്വേഷൻ, അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3 monthsലേക്കാണ് നമ്മൾ ഇട്ടു. ഫോർ എക്സാമ്പിൾ ഈ 1 crore നമ്മൾ ഇടുന്നു, ഈ ഒരു പറഞ്ഞ പോലെ ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലോസ് അല്ലേ? അങ്ങനെ നോർമലി വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഒരു 80% to 90% അങ്ങനെ ഒരു ലോസ് വരില്ല. അങ്ങനെ ലോസ് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ലോസ് വന്നിട്ടുണ്ട്. RBI ചിലപ്പോൾ അവരുടെ CRR കുറയ്ക്കുമ്പോഴും അങ്ങനെയുള്ള ചില കേസുകളിൽ മാത്രം അങ്ങനെ ഒരു ചെറിയ കേസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും വരുന്ന സിറ്റുവേഷൻ അല്ല. അങ്ങനെ വളരെയധികം സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് അതൊക്കെ.